ബയർ ഒരു പ്രോപ്പർട്ടി കൊച്ചിയിൽ വാങ്ങാൻ വരികയാണ്. അപ്പോൾ മേ ബി അവർക്ക് അറിയണമെന്നില്ല എന്തൊക്കെ ലീഗൽ ഫോർമാലിറ്റീസ് ആണ് ഇതിലുള്ളത്, പേപ്പർ വർക്ക്സ്, ഡോക്യുമെന്റേഷൻ. അപ്പോൾ ലാൻഡ് ഓണർ അവർക്ക് എങ്ങനെ ഈ ഒരു ബയറിനെ സഹായിക്കാൻ പറ്റും? പുതിയൊരു പ്രോജക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഡെവലപ്പർ അതിൻ്റെ ലീഗൽ വെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ആ കാര്യങ്ങൾ ചെയ്ത് അപ്രൂവലൊക്കെ കിട്ടുന്നത്. എങ്കിൽ തന്നെയും ഒരു ബയറെ സംബന്ധിച്ച് അവരുടെ സൈഡിൽ നിന്ന് ഒരു ലീഗൽ വെറ്റിംഗ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം മിസ്റ്റേക്സ് എപ്പോഴും സംഭവിക്കാം. ഇപ്പോൾ എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചില ചെറിയ കറക്ഷൻസ് പോലും ഈ കറക്ഷൻ ഡീഡിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് റീസെയിൽ ചെയ്യുമ്പോഴായിരിക്കും ഇത് എപ്പോഴും സംഭവിക്കുന്നത്. ഒരു പുതിയ യൂണിറ്റ് മേടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാറോ അല്ലെങ്കിൽ ഒരു ടിവിയോ ഫ്രിഡ്ജോ പുതിയത് മേടിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പോയിട്ട് അതിൻ്റെ ലീഗൽ സൈഡൊന്നും നോക്കാറില്ല. എപ്പോഴും അത് റീസെയിൽ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ലീഗാലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പുതിയ യൂണിറ്റ് നിങ്ങൾ മേടിക്കുമ്പോഴാണെങ്കിലും റീസെയിൽ പ്രോപ്പർട്ടി മേടിക്കുമ്പോഴും നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ലോയേഴ്സ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അസിസ്റ്റൻസ് എടുത്തുകൊണ്ട് ഈ ലീഗൽ വെറ്റിംഗ് ചെയ്തു കൊടുക്കും. വളരെ റീസണബിൾ ആയിട്ടുള്ള ചാർജേ മേടിക്കാറുള്ളൂ. ഒരു ലീഗൽ ഒപ്പീനിയന് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് ഒരു 7,000 റുപ്പീസൊക്കെ ചാർജ് ചെയ്യുന്നുള്ളൂ. അതെപ്പോഴും ഒരു ബയറിന് ഒരു ബെനിഫിഷ്യൽ ആയിരിക്കും അല്ലേ, ഒരു ലീഗൽ വെറ്റിംഗ് ചെയ്തിട്ട് ആ പ്രോപ്പർട്ടിയിലേക്ക് മൂവ് ഓൺ ചെയ്യണം? തീർച്ചയായിട്ടും. കാരണം മിസ്റ്റേക്സ് എനി ടൈം സംഭവിക്കാം. അപ്പോൾ ആ മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കേണ്ട ഉത്തരവാദിത്വം ആസ് എ ബയർ നമ്മളുടെയും കൂടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ഇത്രയും ഫണ്ടും മുടക്കി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ബാക്ക് എൻഡ് വെരിഫിക്കേഷൻ അറിയാവുന്ന ഒരാളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി പെട്ടതാണ്. അതിന് നമ്മൾ നാളെ ഒരാളെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല.